നേറ്റിവിറ്റി കാർഡിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. കേരള സർക്കാർ പുറത്തിറക്കുന്ന പുതിയ നേറ്റിവിറ്റി കാർഡിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. നിലവിൽ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായാണ് ഫോട്ടോ പതിച്ച കാർഡ് വിതരണം ചെയ്യുന്നത്. ഇതിനായുള്ള ബിൽ നടപ്പ് നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി 20 കോടി രൂപ ബജറ്റിൽ നേരത്തെ വകയിരുത്തിയിരുന്നു. തഹസീൽദാർമാർക്കായിരിക്കും കാർഡ് വിതരണം ചെയ്യാനുള്ള ചുമതല. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും കേരളത്തിന് പുറത്ത് ജനിച്ചവരാണെങ്കിലും മാതാപിതാക്കൾ കേരളീയരായവർക്കും ഈ കാർഡിന് അർഹതയുണ്ടാകും. മാതാപിതാക്കളിൽ ഒരാൾ മാത്രം കേരളത്തിൽ ജനിച്ചവരാണെങ്കിലും വിവാഹശേഷം സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർക്കും നേറ്റിവിറ്റി കാർഡ് ലഭിക്കും. ഫോട്ടോ പതിച്ച രേഖയായതിനാൽ വിവിധ സർക്കാർ സേവനങ്ങൾക്ക് ഇതൊരു ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായും ഉപയോഗിക്കാൻ സാധിക്കുമെന്നത് ഇതിന്റെ വലിയൊരു സവിശേഷതയാണ്. തലമുറകളായി കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പൗരത്വ സംബന്ധമായ ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പോലുള്ള നടപടികൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച ഭീതി അകറ്റാൻ നേറ്റിവിറ്റി കാർഡ് സഹായകരമാകുമെന്ന് ബജറ്റിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കേരളീയരുടെ അസ്തിത്വം ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണപരമായ സേവനങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനും ഈ പുതിയ പരിഷ്കാരം വഴി സാധിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു.